മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വസിഷ്ഠന്റെ ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതേപോലെ ഹെൽപ്ലെസ് ആയ മറ്റൊരു സമൂഹമല്ല. ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് ഭാരത രാഷ്ട്രമെന്ന് പറയാറില്ല. ലോകത്തിലെ പല രാഷ്ട്രങ്ങളും അതേപോലെയാണത്. ചിലപ്പോൾ ജനങ്ങൾ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് എന്താ ഉള്ളതെന്ന് ചിലർ ചോദിച്ചേക്കാം. ഞാൻ അഭിപ്രായം പറയാറുണ്ട്, സാധിക്കുന്നത് കുറച്ചേ ഉള്ളൂ. അവനവൻ ജയിപ്പിച്ചു വിട്ട MLA-യും MP-യെയും തിരിച്ചു വിളിക്കാൻ പോലും അവർക്ക് അവകാശമില്ല. അപ്പൊ ഇവര് വിചാരിച്ചാൽ എന്താ സാധിക്കാം? അതിൻ്റെ മറ്റൊരു തിയറം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാജ്യത്തിന്റെ ജനത മുഴുവനും രാമനെ രാജാവായിട്ട് പ്രതീക്ഷിച്ചു. ഒരു രാജ്യത്തിന്റെ പ്രജകളെല്ലാം ദശരഥ ചക്രവർത്തിയുടെ ഒന്നാമത്തെ പുത്രനും അവതാരവും ധാർമ്മിക മൂല്യങ്ങളുടെ പ്രതീകവുമായ ശ്രീരാമനെ രാജാവായി പ്രതീക്ഷിച്ചു. പക്ഷെ സംഭവിച്ചത് എന്തായിരുന്നു? ഒരു ജോലിക്കാരിയായ മന്ദരയുടെ ഉപദേശപ്രകാരം കൈകേയി എന്ന മാതാവ് പറഞ്ഞത് കേൾക്കാൻ ദശരഥ ചക്രവർത്തി നിർബന്ധിതനായി രാമന് അവകാശപ്പെട്ട കസേര കൊടുത്തില്ലെന്ന് മാത്രമല്ല, 14 വർഷം കാട്ടിലേക്ക് പോകാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ എന്താ ചെയ്തത്? മുദ്രാവാക്യം വിളിച്ചില്ല. കേരളത്തിലോ മറ്റോ ആയിരുന്നു ശ്രീരാമൻ രാജാവ് ആകേണ്ടിയിരുന്നതെങ്കിലും 3 ദിവസമെങ്കിലും 3 പാർട്ടിക്കാരെ ഹർത്താൽ നടത്തിയാണ്. അതും നടന്നില്ല. നടത്തിയിട്ടും പ്രയോജനമില്ല. എന്താ കാരണം? അവിടെ ജനങ്ങൾ ഹെൽപ്ലെസ്സാണ്. പിന്നെ ആരാ അവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്? ആരുമില്ല. കൈകേയി ഹെൽപ്ലെസ് ആണ്, ദശരഥൻ ഹെൽപ്ലെസ് ആണ്, മന്ദര പറഞ്ഞു കഴിഞ്ഞു, മന്ദരയുടെ ജോലി കഴിഞ്ഞു ഹെൽപ്ലെസ് ആണ്, കൗസല്യ ഹെൽപ്ലെസ് ആണ്, വസിഷ്ഠൻ ഹെൽപ്ലെസ് ആണ്, സുമിത്ര ആരെ വേണമെങ്കിൽ എടുത്തു. ഏറ്റവും വലിയ ഹെൽപ്ലെസ്നെസ്, നിസ്സഹായാവസ്ഥ ജനങ്ങളിൽ പ്രകടമായി. വലിയൊരു മാസുണ്ട്, മസിൽ പവർ ഉണ്ട്, എലക്റ്റിംഗ് പവർ ഉണ്ട്, അടിച്ചു തെറിപ്പിക്കാനുള്ള കഴിവുണ്ട്. സൈന്യത്തിന് വേണമെങ്കിൽ ഇറങ്ങാം, ഇതെല്ലാം സാധിക്കും. ആയിരുന്നിട്ടും ഒന്നും നടന്നില്ല. വില്ലും അമ്പും എടുത്ത് പീതാംബരം ധരിച്ച് തിളങ്ങി വിളങ്ങി ശോഭിക്കേണ്ട ശ്രീരാമൻ മരവുരി ഉടുത്ത് ജനക മഹാരാജാവിൻ്റെ പുത്രി സീതാദേവി മരവുരി ഉടുത്ത് കാട്ടിലേക്ക് പോകുന്ന ലെവലിലേക്ക് താഴ്ത്തപ്പെട്ടത് കണ്ടിട്ടും ജനത നിസ്സഹായാവസ്ഥയിലിരിക്കുകയാണ്. എന്തൊരു നിസ്സഹായാവസ്ഥയല്ലേ ഇത്! നമ്മുടെ ഓഫീസിലും സംഭവിക്കും. പ്രഗത്ഭനായിരിക്കാം, പ്രസിദ്ധനായിരിക്കാം, ഏറ്റവും അധികം മാറ്റങ്ങൾ വരുത്താൻ കാരണമായ പിവട്ടായിട്ട് ഫൾക്രമായിട്ടിരുന്നവനാകാം. പക്ഷേ ചില സമയത്ത് അവര് ചില നെഗറ്റീവുകൾ അനുഭവിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവരും അവരെ അനുമോദിച്ചവരും അവർക്ക് വേണ്ട പിൻബലം നൽകിയവരുമെല്ലാം ഹെൽപ്ലെസ് ആയേക്കാം. നല്ലൊരു ഡയറക്ടർ സുപ്രഭാതത്തിൽ കൂട്ടത്തിലുള്ളവരെല്ലാം കാലുവാരിയപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. നല്ല ഡയറക്ടർ പുറത്തേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് വിചാരിച്ചവര് ഗേറ്റിൽ പടക്കം പൊട്ടിച്ചു. സ്വീകരിക്കാനല്ല, ഇയാൾ പോയതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ. ആ വ്യക്തിയും അദ്ദേഹത്തിനെ ആ രീതിയിൽ എത്തിച്ചവരും എല്ലാം ഹെൽപ്ലെസ് ആണ്. അദ്ദേഹം പോയപ്പോൾ പറഞ്ഞത്, ഇനി ഈ ജന്മത്തില് കേരളത്തിലേക്കില്ല എന്നാണ്. ഇനി ഈ ജന്മത്തില് കേരളത്തിലേക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. കണ്ടു നിന്നവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ പ്രൊമോഷൻ കിട്ടിയവരും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിന്ന് കുറേ കാര്യങ്ങൾ നേടിയവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം സ്വയവും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ
ഹെൽപ്ലെസ് ആയി, നിസ്സഹായാവസ്ഥയിലായിരുന്നു. ആർക്കും ഒന്നും പറയാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പോകേണ്ടി വന്നതിലായിരുന്നില്ല അദ്ദേഹത്തിന് ദുഃഖം. ദുഃഖം എനിക്ക് വേണ്ടി ഒരു വരിയെങ്കിലും പറയാൻ എന്നിൽ നിന്ന് ഇത്രയും അധികം കാര്യങ്ങൾ നേടിയവരിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച അദ്ദേഹത്തെ ദുഃഖം. എനിക്ക് വേണ്ടി ഒരു വരിയെങ്കിലും പറയാൻ എന്നിൽ നിന്ന് ഇത്രയും നേട്ടം ഉണ്ടാക്കിയവരിൽ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിന് ദുഃഖം. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മളെല്ലാം എത്ര ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഏത് രാജകീയ അവസ്ഥയിലിരിക്കുന്നവരായാലും എത്ര വലിയ കമ്പനിയുടെ തലതൊട്ടപ്പന്മാരായാലും ഒരു ദിവസം ചിലപ്പോൾ ഇറങ്ങി പോകേണ്ടി വരുമ്പോൾ, താഴെ ഇറങ്ങി വരേണ്ടി വരുമ്പോൾ നമുക്ക് അപ്പോയിൻമെന്റ് തന്നവരും നമ്മുടെ കൂടെ നിന്നവരും നമ്മളിൽ നിന്ന് സഹായമെടുത്തവരും നമ്മളെ അനുമോദിച്ചവരും നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് വീരവാദം അടിച്ചവരും നമ്മളുടെ വളർച്ചയിൽ കണ്ട് ആസ്വദിച്ചവരും പ്രാർത്ഥിച്ചവരും എല്ലാവരും നിസ്സഹായതയോടുകൂടി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഒരു സിനിമയിലെ സിനിമാ നടൻ അവസാനം പറയുന്നൊരു വരിയുണ്ട്, കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനെ ഇനി ഞാൻ വെല്ലുവിളിക്കില്ല. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ സൗദി അറേബ്യയിലേക്കോ ദുബായിലേക്കോ കുവൈറ്റിലേക്കോ അല്ലെങ്കിൽ താർ മരുഭൂമിയിലേക്കോ എവിടേക്കെങ്കിലും പോവുക ഈ കേരളത്തിൽ നിന്ന് എന്ന് പറയുന്നത് കേട്ടിട്ട് കൂട്ടത്തിലുള്ള എല്ലാവരും കൈയടിക്കുന്ന സീനോട് കൂടിയാണ് ആ സിനിമ തീരുന്നത്. എല്ലാവരും കൈയടിക്കുന്നത് കേട്ടിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന്, നമ്മുടെ മുമ്പിലുള്ളവരുടെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ പ്രവർത്തന രാഹിത്യം മറ്റൊന്ന്. ഇത് ഒരു മാനേജർ എന്നും പ്രതീക്ഷിക്കണം എന്ന് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം.